എസ്എഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പ്രണവ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിനിടെയാണ് സംഭവം. എസ്എഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായുണ്ടായ സംഘർഷത്തിൽ ഏർപ്പെട്ടുവെന്നാണ് പരാതി. പ്രശ്നം പരിഹരിക്കാനെത്തിയപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എസ്എഫ്ഐ നേതാക്കളെയും മർദ്ദിച്ചു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, എന്താണ് സംഭവം? സ്മൃതി, കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ചാണ് നടന്നത്. ഈ കലോത്സവത്തിനിടെ ഇന്നലെ പുലർച്ചെയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. എസ്എഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രണവാണ് നിലവിൽ എസ്എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഈ കലോത്സവത്തിന് എസ്എഫ്ഐയുടെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹികളൊക്കെ എത്തിയിരുന്നു. ഇന്നലെ പുലർച്ചയ്ക്ക് ഈ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഈ കാഞ്ഞങ്ങാട് കോളേജിന് സമീപത്ത് വെച്ച് അവിടെ പ്രാദേശികമായി നാട്ടുകാരുമായി ചില പ്രശ്നത്തിൽ ഏർപ്പെട്ട് അത് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് പോയി. അത്തരമൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാണ് എസ്എഫ്ഐയുടെ കാസർഗോഡ് ജില്ലയിലെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ എത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാസർഗോഡുള്ള എസ്എഫ്ഐയുടെ നേതാക്കളെയും ഈ കണ്ണൂരിൽ നിന്ന് വന്ന എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നതാണ് പറയുന്നത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പ്രണവ് ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും അതോടൊപ്പം SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ നാട്ടുകാരുമായിട്ടുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചു എന്നാണ്. ആ പരാതിയിൽ കൃത്യമായി തന്നെ SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത്ത്, അതോടൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ആശിഷ്, അതോടൊപ്പം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് സഹിതമാണ് SFIയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. മാതൃകാപരമായിട്ടുള്ള സംഘടനാ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്.